നമസ്കാരം. ചോതി നക്ഷത്രക്കാർക്ക് 2024 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ചോതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ശനി മാറ്റത്തോടു കൂടി അവർക്ക് ഒരു ശനി ഗുണമുള്ള ഒരു ഗോചരമാണ് സംഭവിച്ചത്. എങ്കിലും ഈ ഗുണം ശനിയുടെ ഗോചരം കൊണ്ട് ആ ഗുണമൊന്നും ആർക്കും ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. വളരെ അപൂർവ ആളുകൾക്ക്, സാമ്പത്തികമായിട്ട് ഉന്നമനത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു ഗോചരം കൊണ്ട് ഗുണം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും സാമ്പത്തികമായിട്ട് ഗുണം കിട്ടാത്തവരുമുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങളും ദാമ്പത്യത്തിൽ വലിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് കുടുംബം ഛിന്ന ഭിന്നമായി പോവുകയൊക്കെ ചെയ്ത ആളുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ചോതി നക്ഷത്രക്കാർക്ക് പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊന്നും ഈ കഴിഞ്ഞ 2023 അനുഭവയോഗ്യമായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. വളരെ പ്രാർത്ഥനയും സാമ്പത്തിക ഉന്നമനമുള്ള ആളുകൾക്ക് മാത്രം എന്തെങ്കിലും ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും 2024 നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പുതുവർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മുടെ 2024 കടന്നു പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ചോതി നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് പൊതുവിൽ ഈ പറഞ്ഞ പോലെ ഗുണഫലങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ദോഷം കുറഞ്ഞും ഗുണം കൂടിയും ഇരിക്കുന്ന 50% ദോഷം 50% ഗുണമെന്നല്ല, 90% ഗുണവും 10% ദോഷവും എന്നുള്ള രീതിയിലാണ് 2024 ചോതി നക്ഷത്രക്കാർക്ക് കാണുന്നത്. എങ്കിലും ഈ വർഷത്തിൽ സാമ്പത്തിക രംഗത്ത് നല്ല ഉണർവുണ്ടാകും. ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ഉണ്ടാകും. ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി കിട്ടും. ജോലിയിൽ പുതിയതായിട്ട് പ്രവേശിക്കാൻ ടെസ്റ്റൊക്കെ എഴുതി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകും. വിവാഹം കാത്തിരിക്കുന്ന യുവജനങ്ങൾക്ക് വിവാഹം നടക്കാം. പങ്കാളിത്ത കച്ചവടം പുനരാരംഭിക്കാനും അതിൽ നിന്ന് വരുമാനം കിട്ടാനും ഒക്കെ ചോതി നക്ഷത്രക്കാർക്ക് പുതിയ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ പറ്റിയ സമയമാണ് 2024 എന്ന് പറയുന്നത്. അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ നല്ല രീതിയിൽ സന്തോഷപരമായിട്ടുള്ള കാലാവസ്ഥ, ഒരു അറ്റ്മോസ്ഫിയർ, ചുറ്റുപാടുകളൊക്കെ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. ഉന്നതരായ പല വ്യക്തികളിൽ നിന്നൊക്കെ പല സഹായ സഹകരണങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും വാക്കുകൾ കൊണ്ടും അല്ലാതെ തന്നെയുള്ള സാമ്പത്തിക സഹായം കൊണ്ടുമൊക്കെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇതുവരെ ആരുടെ ഭാഗത്തുനിന്നും സഹായമൊന്നും ഇല്ലാതിരുന്നവർക്കൊക്കെ പല സഹായങ്ങളും കിട്ടുന്നത് കൊണ്ടും ഉന്നതരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്നതായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഗുണഗണങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നല്ലൊരു രീതിയിലുള്ള നേട്ടങ്ങൾ ഈ വർഷത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. കിട്ടുന്ന അവസരങ്ങളൊക്കെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. കുടുംബ കോടതിയിൽ എത്തുന്ന രീതിയിലുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തിലെ വഴക്കുകളും കലഹങ്ങളും ഒക്കെ കുടുംബ കോടതിയിൽ എത്തിയിട്ടുള്ളവരും കുടുംബ കോടതിയിൽ എത്തുമെന്നുള്ളവരൊക്കെ പോലീസ് കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവർ അതെല്ലാം മാറ്റിവെച്ച് നല്ലൊരു രീതിയിലുള്ള ജീവിതത്തിനായിട്ട് തയ്യാറെടുക്കുന്നത് നന്നായിരിക്കും. കാരണം പോലീസ് കേസുകളൊക്കെ പലർക്കും വന്നുപെടുകയും ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങളൊക്കെ നിങ്ങളെ വല്ലാതെ അലട്ടുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് 2023 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അലസതയും ശ്രദ്ധക്കുറവും മൂലം പല നഷ്ടങ്ങളും നിങ്ങൾ വരുത്തി വച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് നല്ലൊരു വർഷം തന്നെയായിരിക്കും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. ബാങ്ക് ലോണുകളൊക്കെ കാത്തിരിക്കുന്നവർക്ക്, വീട് പണിയാനൊക്കെ ആയിട്ടോ വാഹനം വാങ്ങാനൊക്കെ ആയിട്ട് ബാങ്ക് ലോണൊക്കെ കാത്തിരിക്കുന്നവർക്ക് അതൊക്കെ ഈ തടസ്സമൊക്കെ മാറി ഈ വർഷം ലഭിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുക, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് ഇൻ്റർവ്യൂവിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് വീട് പുതുക്കി പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ലോണുകളൊക്കെ കിട്ടുകയും വീട് പുതുക്കി പണിയാനും ഒക്കെ കഴിയുന്നതാണ്. പുതിയതായിട്ടുള്ള സ്ഥലം, വസ്തു, വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു യോഗവും സാധ്യമാകുന്നുണ്ട്. ഓഹരിയിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു നേട്ടം, ഓഹരിയിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാം. പുതിയ സുഹൃത്തുക്കളും ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ് ഈ വരുന്ന 2024 എന്ന് പറയുന്ന കാലം. നിങ്ങൾക്ക് അന്യദേശവാസം, വിദേശ യാത്രകളൊക്കെ സഫലമാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ പൊതുവെ ജാഗ്രത പുലർത്തുന്നത് വളരെ നന്നായിരിക്കും. ബിസിനസ്സുകാർക്ക് മോശമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് വൻകിട ബിസിനസ്സുകാർക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നു ചേരുന്ന രീതിയിൽ ഫാക്ടറികളിലും തൊഴിൽശാലകളിലുമൊക്കെ കലഹങ്ങളും തൊഴിലാളികളുമായിട്ട് പല പ്രശ്നങ്ങളുമൊക്കെ നേരിടേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. കർമ്മസ്ഥലത്ത് അതുമൂലം ശത്രുശല്യം വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം കൊണ്ട് ഈ പറയുന്ന ശത്രുശല്യമൊക്കെ ഒഴിവാക്കിയെടുക്കാനും അതിനെ മുന്നേറാനും അതിനെ വിജയിക്കാനും ഒക്കെ നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാനും ഒക്കെ കഴിയുന്നതാണ്. സമൂഹത്തിലെ സ്ഥാനമാനങ്ങളും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന ഒരു കാലയളവും കൂടിയാണ് ഈ പറയുന്ന 2024 എന്ന് പറയുന്ന വർഷം.
പിതാവിൻ്റെ രോഗം മൂർച്ഛിക്കുവാനും അതുമൂലം ആശുപത്രിവാസത്തിനുമൊക്കെ വഴി വയ്ക്കുന്നുണ്ട്. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നല്ലതുപോലെ ബിസിനസ്സുകാർ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വർഷാവസാനത്തോടു കൂടി ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നതാണ്. വിദേശത്തുള്ളവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ സാധിക്കും. സുഹൃത്തുക്കളുമായിട്ട് കൂടിച്ചേർന്ന് പല മാറ്റങ്ങളും പല നേട്ടങ്ങളും നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ ഈ വർഷം കഴിയുന്നതാണ്. ജോലി പുതിയതായിട്ട് കാത്തിരിക്കുന്നവർക്കും സർക്കാർ സർവീസിൽ പ്രവേശിക്കാനായിട്ട് ടെസ്റ്റൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്കുമൊക്കെ അത് സാധ്യമാകുന്നതാണ്. സമൂഹത്തിൽ പൊതുവെ നിങ്ങൾക്ക് ഒരു അംഗീകാരവും ഒരു പദവിയൊക്കെ കിട്ടുകയും നിങ്ങളുടെ മനസ്സിന് ഉന്മേഷം ഉണ്ടാക്കുന്ന പല സന്ദേശങ്ങളും വാർത്തകളുമൊക്കെ ശ്രവിക്കേണ്ടിയൊക്കെ വരുന്നതാണ്. കൂടുതൽ ഗുണാധിക്യമുള്ള വർഷമായതുകൊണ്ട് തന്നെ ദോഷാധിക്യം കുറഞ്ഞിരിക്കുന്നതിനും ഉള്ള ദോഷാധിക്യങ്ങൾ മാറുന്നതിനുമായിട്ട് നിങ്ങൾ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് പാൽപ്പായസം കഴിക്കുക, തുളസിമാല അർപ്പിക്കുക, താമരപ്പൂ കൊണ്ട് മഹാലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്നതും ത്രിമധുരം കൂട്ടി നേദിച്ച് മഹാലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. കൂടുതൽ ദോഷഫലങ്ങൾ മാറിയിരിക്കുന്നത് കൊണ്ട് ചോതി നക്ഷത്രക്കാർക്ക് 2024 വളരെ ഒരു നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.